ഹലോ, അപ്പോൾ നമുക്കിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാം കേട്ടോ. ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ മാരേജ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഞാനിതാ ഈ ഒരു ചുരിദാറാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള നല്ല ഭംഗിയുള്ളൊരു കല്യാണ വൈബിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ചുരിദാറാണിത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചുരിദാറാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഞാൻ എന്താ ചുരിദാറൊക്കെ മാറ്റി വന്നിട്ട് കേട്ടോ. ഒന്ന് ചാടുമ്പോഴേക്കും എൻ്റെ ഡ്രസ്സൊക്കെ മാറി ഞാൻ ചുരിദാറൊക്കെ റെഡിയാക്കി സെറ്റാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. ആദ്യം ഈ മുടി, ഈ ഈ കുറുനീരൊന്നും നമുക്ക് കുറുനീരല്ലല്ലോ, ഈ സാധനം ഒന്ന് നമുക്ക് മുകളിലോട്ട് കെട്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ക്ലച്ച് ക്ലിപ്പ് വെച്ചിട്ട് ഞാൻ ഈ ഒരു മുകളിലോട്ടൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്കിൻ കെയറും അതുപോലെ മേക്കപ്പൊക്കെ ചെയ്യാം. എൻ്റെ ഈ ഒരു മാക്കിൻ്റെ ബാഗിൽ ഫുൾ മാക്കിൻ്റെ പ്രൊഡക്റ്റാണ്, തെറ്റിദ്ധരിക്കരുത്. ഒരു പ്രൊഡക്റ്റ് ഇട്ടുള്ളൂ കേട്ടോ മാക്കിൻ്റെ. അപ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഒരു എന്തോ ഒരു സാധനമാണ്, ഒരു ഇല്യൂമിനേറ്റർ പോലെ ഒരു ഗ്ലോയി ഡ്യൂയി ലുക്ക് തരാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ഈ സാധനത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്തായാലും മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തേക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഗ്ലോ ആണ് കേട്ടോ. ഇതൊരു സ്നെയിൽ മ്യൂസിയം ആ സംഭവത്തിൽ പെടുന്നൊരു സാധനമാണ്, പക്ഷേ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇത്രയും കുഞ്ഞു കുപ്പിക്ക് 500-600 റേറ്റ് ഉണ്ട്. എനിക്കിത് PR കിട്ടിയത്, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ഒരു നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഇങ്ങനെ സ്റ്റെപ്പായിട്ടൊന്നുമല്ല കേട്ടോ ചെയ്യുന്നത്. എനിക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിലാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫൗണ്ടേഷൻ, കൺസീലർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ എവിടെ പോകുമ്പോൾ യൂസ് ചെയ്യാറില്ല. എനിക്ക് ഈ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എപ്പോഴും അതങ്ങോട്ട് ഞാൻ ഡാർക്കായി പോകും. ഇട്ട് കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് ഡാർക്കായി പോകും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ ഫൗണ്ടേഷൻ, കൺസീലർ പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. എൻ്റെ പാടുകളൊക്കെ ഉണ്ട്, അത് കാണാൻ അക്സെപ്റ്റ് ഉള്ളവർ മാത്രം എന്നെ കണ്ടാൽ മതി, അത്രയും ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നുള്ളൂ. അല്ലാതെ അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും വെച്ച് ഞാൻ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ കുറച്ച് കാലമായിട്ട് നിങ്ങൾ എൻ്റെ മേക്കപ്പ് വീഡിയോസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇനി ഈ ഒരു പ്ലമ്മിൻ്റെ കാജൽ വെച്ചിട്ട് ഞാൻ കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ മേലത്തെ വാട്ടർ ലൈനിലും താഴെ ഔട്ടർ കോർണറിലും മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു മാക്കിൻ്റെ പ്രൈമറാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പോസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൈമർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്റ്റെപ്പായിട്ടൊന്നുമല്ല ചെയ്യണം കേട്ടോ. ഇനി ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതെൻ്റെ പുതിയ പാലറ്റ് കേട്ടോ. പേരൊന്നും എനിക്കറിയില്ല, ബ്രാൻഡൊന്നും എനിക്കറിയില്ല. എനിക്കിത് കണ്ടിട്ട് ഇഷ്ടമായി, അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ആ ഒരു പാലറ്റ് വെച്ചിട്ട് ഞാൻ ഐബ്രോസ് ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ തന്നെ ഒരു സ്പൂളിയും വരുന്നുണ്ട്. അപ്പോൾ സ്പൂൾ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഈരി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐബ്രോസ് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. എന്ത് മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും ഐബ്രോസ് സ്കിപ്പ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഐബ്രോസ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെക്കാം. ഓക്കെ, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് ഇങ്ങനെ ആലോചിക്കണം. എനിക്കിഷ്ടമായി, പക്ഷേ ഐ ഷാഡോ ഈ ഒരു വീഡിയോയിൽ കാണുന്ന അത്രയും ബ്രൈറ്റ് അല്ല, എന്നാൽ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഐ ലൈനർ ഒന്ന് ജസ്റ്റ് ഒരു ഈലി ലൈനായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. മുകളിൽ മാത്രം എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു വാലൊക്കെ ഇട്ടിട്ട്, എനിക്കിങ്ങനെ വാലൊക്കെ ഇട്ടിട്ട് എഴുതാൻ വേണ്ടി നല്ല ഇഷ്ടമാണ്. ഇപ്പം ഞാൻ അധികം ഈ കാജൽ, ഐ ലൈനർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇന്ന് കല്യാണമൊക്കെ അല്ലേ, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമല്ലേ, അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഒരുങ്ങിയിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇതാ ഒരു നമ്മുടെ മസ്കാര കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസ്കാര അടിപൊളി കേട്ടോ. നമ്മുടെ ഐബ്രോസൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മസ്കാര കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ ഒന്ന് എടുത്ത് നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ നമ്മുടെ സൺസ്ക്രീനും അതുപോലെ ഒരു ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ചെയ്ത്, ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലഷ് ആക്കി ഇടാൻ വേണ്ടിയിട്ട്. എനിക്ക് വേറെ ഏത് ബ്ലഷ് ഇട്ടാലും ഒരു സമാധാനം കിട്ടില്ല കേട്ടോ. എനിക്കറിയാം ലിപ്സ്റ്റിക്ക് നമ്മുടെ മുഖത്ത് ബ്രേക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് എനിക്കറിയാം, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, എന്തോന്ന് പറയാൻ വന്നല്ലോ ഞാൻ, എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും ബ്ലഷ് ഞാൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തോന്ന് പറയാൻ മറന്നുപോയി കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഐൻ്റെ അടിയിലും അതുപോലെ ഈ ഓയിലി ആവുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ഈ ഒരു പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പൗഡർ കേട്ടോ. അപ്പോൾ അത് വെച്ച് ഞാനൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഗ്ലോയി ലുക്ക് കളയാൻ പാടില്ലല്ലോ ഫേസ് മൊത്തം ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേസ് മൊത്തം ഇടുന്നില്ല, അണ്ടർ ഐയുടെ ചോട്ടിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചുണ്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം, ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡാർക്ക് ബ്രൗണും കൊണ്ട് ലിപ്പ് ഔട്ടർ ലൈൻ ചെയ്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. അതുകൊണ്ടാട്ടോ ഞാൻ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ലിപ്പ് ഔട്ട് ലൈൻ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ക്രയോൺ വെച്ചിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ല ബ്രൈറ്റ് റെഡാട്ടോ, അടിപൊളി റെഡാണ്. അപ്പോൾ ഇതും ആ ബ്രൗണും കൂടി വരുമ്പോൾ എൻ്റെ മോനെ
സൂപ്പർ ഷെയ്ഡാണ്. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെയും ഇവിടെ ലിപ്സ്റ്റിക്കൊക്കെ കുറച്ച് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തുടച്ചായിരുന്നു. എൻ്റെ നെയിൽസ് കണ്ടോ, ഈ ഈ ഈ കയ്യത്തല്ല കേട്ടോ, മറ്റേ കയ്യിലെ നെയിൽസ് ഇതാണ് കേട്ടോ, ഫേക്ക് നെയിൽസാണ്. ഞാൻ വെച്ച് കൊടുത്ത കേട്ടോ, 160 രൂപയ്ക്ക് സ്റ്റിക്ക് ഓൺ നെയിൽസ് ട്രൈ ചെയ്തായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഉടനെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊട്ട് വെച്ച് കൊടുത്തു, ഈ പൊട്ടും വെച്ചു. ഇനി നമുക്ക് കുറച്ച് വലിയ പൊട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതാണ് രസം നോക്കിയിട്ട് നമുക്ക് അത് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് രണ്ടും ഇഷ്ടമായി, എന്നാലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ചെറിയ പൊട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചെറിയ പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ചെറിയ പൊട്ട് വെച്ച് കൊടുത്തു. നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം വിചാരിച്ചത് മുടി ഇങ്ങനെ ലൂസാക്കി ഇടാമെന്ന്, പക്ഷേ ഫ്രണ്ട്സൊക്കെ വരുന്ന പരിപാടിയല്ലേ, അപ്പോൾ എനിക്ക് ഈ മുടി ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ കുറച്ച് മുടികൾ, പൂച്ചവാല് പോലെ കുറച്ച് മുടികളെങ്കിൽ കൂടി അത് മാനേജ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഷാൾ എങ്ങനെ ഇടണമെന്നും കൂടി തീരുമാനിച്ചു. ഒന്ന് ഇങ്ങനെ വൺ സൈഡ് ആക്കി ഇടാം, അല്ലെങ്കിൽ കഴുത്തിൽ കൂടെ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വൺ സൈഡ് ഞാൻ ഫിക്സ് ചെയ്തു. അതുപോലെ തന്നെ ഹെയർ ഞാൻ സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം അത് ശരിയാവില്ല, ഇങ്ങനെ അഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് ഇങ്ങനെ തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ ആസ് യൂഷ്വൽ ഞാൻ എല്ലായിടത്തേക്കും പോകുന്ന പോലെ കെട്ടി കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ നമ്മുടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സസറൈസ് ചെയ്യാം. ഞാൻ ഈ ഒരു വളയിട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളയിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അതുപോലെ ഞാൻ അത് പുതിയതായിട്ട് വാങ്ങിയ കമ്മലാണ്, ആ കമ്മൽ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ. ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നന്നായിട്ട് സ്യൂട്ടായി പോകുന്ന ഒരു അടിപൊളി കമ്മലാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുക, എൻ്റെ ചെരുപ്പ് കണ്ടില്ലേ, പുതിയ ചെരുപ്പാട്ടോ. അപ്പോൾ അതിട്ടു. ഈ ഒരു ബാഗ് എൻ്റെ അടുത്ത് ഒരുപാട് കാലമായിട്ടുള്ളതാണ്, പക്ഷേ ഈ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യണേ.